ഒരു തുള്ളി വെള്ളത്തിനായി പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിൽ വരെ ഞാൻ നോക്കി. ഒരു രാത്രി മുഴുവൻ വെള്ളമോ ഭക്ഷണമോ നൽകാൻ പോലും അവർ തയ്യാറായില്ല. ഒരു പേപ്പർ തന്നിട്ട് സ്റ്റേഷനിൽ വരുന്ന എല്ലാവരും കാണുന്ന തരത്തിൽ എന്നെ തറയിലിരുത്തി. പോലീസ് ജനപക്ഷത്ത് നിൽക്കണമെന്നും മൃദുഭാവെ ദൃഢകൃത്യ എന്ന ആപ്തവാക്യം നടപ്പാക്കണമെന്നും പോലീസ് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ഇതേ നാട്ടിലാണ് ഈ ക്രൂരവേട്ട നടന്നതെന്ന് ഓർക്കണം. അധ്വാനിച്ചാണ് ജീവിക്കുന്നത് സാർ, ഒരു തരി പൊന്നുപോലും മോഷ്ടിച്ചിട്ടില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ കൗമാരം കടക്കാത്ത പെൺകുട്ടികളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ മോഷണം നടന്നിട്ടില്ല എന്നുറപ്പായപ്പോൾ മേലാലെ പ്രദേശത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ആട്ടിയിറക്കി. എന്തൊക്കെയാണ് ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ നടക്കുന്നത്? സത്യത്തിൽ തല കുനിഞ്ഞു പോകുന്നില്ലേ? എന്തൊരു നാണക്കേടാണ് ഇതൊക്കെ. പോലീസിന്റെ കൊടും ക്രൂരതയെ പറ്റി പരാതിപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരുന്നു നിസ്സഹായായ ഈ സാധു സ്ത്രീ. പരാതിയൊന്നും വായിച്ചു നോക്കാൻ പോലും മെനക്കെട്ടില്ല മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ പി ശശി. മോഷണ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കും, അതിൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളണമത്രേ. തൊഴിലും നിറവും ജാതിയും നിർണ്ണയിക്കുന്ന മുൻവിധികളാൽ നയിക്കപ്പെടുന്ന ഈ പോലീസ് സേന നാടിന് തന്നെ കളങ്കമാണ്. ഒരു SIയുടെ സസ്പെൻഷൻ കൊണ്ടൊന്നും ഈ അനീതിക്ക് ഒരു പരിഹാരവുമാവില്ല. 4ാം ഭരണ വാർഷികം എന്റെ കേരളം എന്ന പേരിട്ട് നാടാകെ കൊട്ടുഘോഷിക്കപ്പെടുമ്പോൾ ഓർക്കണം, ഇത് ബിന്ദുവിന്റെ കൂടി കേരളമാണ്. അടിച്ചമർത്തപ്പെട്ട സകല മനുഷ്യരുടെയും കേരളമാണ്. ഇവിടെ നീതി ലഭ്യമാകണം. പോലീസിൽ ഗുണപരമായ മാറ്റം വന്നുവെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് പോലീസിന്റെ മനുഷ്യത്വരഹിതമായ ഈ ക്രൂരത അരങ്ങേറിയത്. കാണാതായ സ്വർണ്ണാഭരണം പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടും FIR റദ്ദാക്കാനോ പറ്റിയ തെറ്റ് യുവതിയുടെ ഏറ്റുപറയാനോ പോലീസ് തയ്യാറായില്ല. കൂലിപ്പണിക്കാരനായ ഭർത്താവും 2 പെൺമക്കളും മാത്രം തുണിയുള്ള പിന്നോക്ക വിഭാഗ യുവതിക്കു വേണ്ടി ആരും രംഗത്ത് വന്നുമില്ല. വിവാദമായതിനെ തുടർന്നാണ് അല്പമെങ്കിലും നീതി അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ ആവർത്തിക്കുന്ന ദളിത് പീഡനത്തിന്റെ ഏറ്റവും പുതിയ ഇര മാത്രമാണ് ബിന്ദു. കൽപ്പറ്റയിലെ പോലീസ് സ്റ്റേഷനിൽ ജീവനൊടുക്കിയ യുവാവ് മുതൽ ഇടതുഭരണത്തിലെ ഇരകളുടെ സംഖ്യ എണ്ണിയാൽ തീരില്ല. ഓരോ വർഷവും കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിനെതിരായുള്ള അതിക്രമം കൂടി വരികയാണ്. ഇതിന് പോലീസ് കൂട്ടുനിൽക്കുന്നുവെന്നതാണ് പുതിയ സാഹചര്യം. 2022 1222, 23 1313, 24 1269, 25 ഇതുവരെ 107 എന്നിങ്ങനെയാണ് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിനെതിരായുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്ക്. ഇവയിൽ എത്ര പ്രതികൾക്ക് നേരെ നിയമ നടപടി എടുത്തു എന്നുള്ളതും എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരു സമൂഹത്തിന് എത്രമാത്രം നീതി ലഭിച്ചുവെന്നും ഭരിക്കുന്നവർ വെളിച്ചപ്പെടുത്തട്ടെ. ഭരണസിലാ കേന്ദ്രങ്ങളിൽ തിരുമുറ്റത്ത് വെച്ച ദളിത് യുവതിക്കേറ്റ അപമാനത്തിന് കറ മുഖ്യമന്ത്രിയുടെ മുഖത്താണ് പതിയുന്നതെന്ന് തിരിച്ചറിയാൻ കാരണഭൂതന് കഴിയണം. ആ പാപത്തിന്റെ കറ കഴുകിക്കളയാൻ ഏത് വേദപുരാണം പറഞ്ഞാലും മതിയാകില്ലെന്ന് മുഖ്യമന്ത്രിയും ഭരണക്കാരും മനസ്സിലാക്കണം. കറുപ്പും റാപ്പും ചേർത്ത ദളിത് പ്രേമത്തിന്റെ പുതിയ ആട്ടക്കഥ ഒരുക്കുന്നവർ ഭരിക്കുമ്പോഴാണ് കറുപ്പിന്റെയും കള്ളത്തിന്റെയും കരിമ്പിടം ചാർത്തി നിരപരാധിയായ ഒരു യുവതി ദിവസങ്ങളോളം അപമാനിക്കപ്പെട്ടത്. പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെട്ട പാഞ്ചാലിയുടെ ശാപത്തിലാണ് കുറുവംശം കുടിയേറ്റുപോയതെന്ന് പുതിയ രാജാക്കന്മാർ തിരിച്ചറിയണം. നിസ്സഹായായ ഒരു യുവതിയുടെ കണ്ണുനീർ വീണ മണ്ണിൽ ഒരച്ഛനും സുഖമായി വാടാനാവില്ലെന്ന കാലം തെളിയിക്കട്ടെ. പിന്നോക്ക ജനവിഭാഗത്തിന്റെ നിസ്സഹായതയ്ക്ക് മേൽ അധികാരബലത്തിന്റെ ഉരുക്കുമുഷ്ടികൾ അമരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ മലയാളികളുടെ ആർദ്ര മനസ്സ് ഉണരുക തന്നെ ചെയ്യും.